എല്ലാ പ്രേക്ഷകർക്കും കളങ്കാവൽ സിനിമയുടെ 6ാം ദിവസത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. കളങ്കാവൽ സിനിമയുടെ 6ാം ദിവസവും വർക്കിംഗ് ഡേയും മികച്ചൊരു പ്രതികരണം തന്നെയാണ് ബോക്സ് ഓഫീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് 8 മണിക്ക് ശേഷം ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും വിറ്റുപോകുന്നത് ഈ വർക്കിംഗ് ഡേയിലും 3500-ൽ പരം ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും. വർക്കിംഗ് ഡേയിൽ ഈ ഒരു ചിത്രം വീഴുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഈ ഒരു വാർത്ത വളരെയധികം നിരാശ നൽകുന്ന വാർത്ത തന്നെയാണ്. ചിത്രത്തിന്റെ 5 ദിവസത്തെ കളക്ഷൻ നമുക്ക് കൃത്യമായ അപ്ഡേറ്റുകൾ ലഭിക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 21,64 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 4,78 ലക്ഷം രൂപയും ഓവർസീസ് ബോക്സ് ഓഫീസിൽ നിന്നും 28,40 ലക്ഷം രൂപയും കളങ്കാവൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 5 ദിവസങ്ങൾ കഴിയുമ്പോൾ 54,82 ലക്ഷം രൂപയാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ ഇന്നത്തെ, അതായത് 6ാം ദിവസം ബുധനാഴ്ചത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് നമുക്ക് നോക്കാം. 6ാം ദിവസം ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ കളങ്കാവലിന്റെ പേരിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1365 ഷോകളാണ്. ഏകദേശം 95,000-ൽ പരം പ്രേക്ഷകരാണ് ചിത്രം കാണാൻ വേണ്ടി ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. 24% തിയേറ്റർ ഓക്യുപ്പൻസിയിൽ ഇന്ന് ഇതുവരെ ചിത്രത്തിന്റെ കേരള ട്രാക്കിഡ് കളക്ഷൻ 1,52 ലക്ഷം രൂപയാണ്. അതായത് ചിത്രത്തിന്റെ 6ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയും ചിത്രത്തിന് 2 കോടിക്ക് അടുത്തുള്ളൊരു കേരള കളക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ആദ്യ 6 ദിവസങ്ങൾ കൊണ്ട് 23-24 കോടി റേഞ്ചിലും ഇടം നേടും. അതോടൊപ്പം ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ ആദ്യ 6 ദിവസങ്ങൾ കൊണ്ട് 58 കോടി റേഞ്ചിലും എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. 6ാം ദിവസം ബുധനാഴ്ച ഈവനിംഗ് ഷോക്കൊക്കെ മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബുക്ക് മൈ ഷോയിലേക്ക് മികച്ച ഫാസ്റ്റ് ഫില്ലിങ്ങോടെ ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായ കളങ്കാവൽ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.